പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ. ഇതൊക്കെ പതിവാക്കുന്നത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ചെല്ലാം, അങ്ങനല്ല. നമ്മളിതൊക്കെ പതിവാക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നീങ്ങിപ്പോകും. അങ്ങനെയുണ്ട്. നമ്മൾ പതിവാക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ വല്ല ബലാവും അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാൻ സബബാകും. എന്ത്? ഈ ദിക്റുകളൊക്കെ പതിവാക്കൽ. അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. വലിയ ദിക്റൊന്നുമല്ല, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ദിക്റാണ്. നബി തങ്ങൾ എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന സമയത്ത് കൈകൾ രണ്ടും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ഇപ്രകാരം ദ്വാരക്കമായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തതായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറദില്ലാഹ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ. നമ്മളീ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെയൊക്കെ ഒരു മിസ്ല് സവാബ് നമ്മളിൽ നിന്നൊക്കെ മൺമറഞ്ഞു പോയ നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, നമ്മുടെ ദുആ വസിയത്ത് ചെയ്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ പലരും മരണപ്പെട്ടു പോയി. അവരുടെയൊക്കെ ഹളറത്തിലേക്ക്, അവരുടെയൊക്കെ അർവാഹിലേക്ക് ഇതിനെ അള്ളാഹു ചേർത്ത് കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഓരോ ദിവസവും പുതിയ അറിവുകൾ നമ്മൾ പകർന്നുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ പതിവാക്കാൻ, പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. ഈ പറയുന്നവനെല്ലാം തികഞ്ഞതുകൊണ്ട് പറയുന്നതല്ല, മറിച്ച് നമുക്കുള്ള മനസ്സിലാക്കിയ പഠിച്ചതിൽ നിന്നുള്ള അല്പം മാത്രമാണ് ഈ പറയുന്നത്. അതിലുള്ള പാകപ്പിഴവുകളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട് വരുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അത് പതിവാക്കാനും ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും ദുആ ഉൽ കർബ് നമ്മുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ നിർദ്ദേശിക്കാറുണ്ട്. ദുആ ഉൽ കർബ് ചൊല്ലാൻ നിർദ്ദേശിക്കാറുണ്ട് പ്രയാസങ്ങളിൽ നിന്ന് മാറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മുടെ നേതാവാണ്. നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന അതിമഹത്തായ ഒരു ദുആ ആണ് ദുആ ഉൽ കർബ്. അതിമഹത്തായ ദിക്ർ, പ്രയാസങ്ങൾ വരുമ്പോൾ തട്ടാൻ വേണ്ടി. ആ കൂട്ടത്തിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന മറ്റു ചില 1-2 കാര്യങ്ങൾ കൂടി, 1-2 ദിക്റുകൾ കൂടി ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. ദുആ ഉൽ കർബിനോടൊപ്പം നബി തങ്ങൾ മറ്റ് പതിവാക്കിയിരുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് ദുആ ചെയ്തിരുന്ന 1-2 ചില ദിക്റുകൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എളുപ്പമുള്ള, നമുക്ക് ചൊല്ലാനും പറയാനും പഠിക്കാനും ഒക്കെ എളുപ്പമുള്ള ചെറിയ ദിക്റുകൾ നമുക്കറിയുന്നതാണ്. ആ അറിയുന്നതൊന്ന് ക്രോഡീകരിച്ച്, പലതവണയായി നബി തങ്ങൾ പറഞ്ഞത് ഒന്ന് ക്രോഡീകരിച്ച് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയുന്നു. ഇൻഷാ അല്ലാഹ് പൂർണ്ണമായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പലപ്പോഴും നമുക്ക് വരുന്ന കോളുകളും മെസ്സേജുകളും ഒക്കെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ കൂടി ഒരു സഹോദരൻ വിളിച്ച് വല്ലാതെ സങ്കടം പറഞ്ഞു. അദ്ദേഹം സൗദി അറേബ്യയിലാണുള്ളത്. അപ്പോൾ ആ ഉള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു, നിലവിൽ നല്ല ശമ്പളമുള്ളൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെ കൂട്ടുകാരൻ എന്തോ ഒരു ചതി കാണിക്കുകയും അതിലൂടെ അദ്ദേഹത്തിൻ്റെ അർബാബ് അദ്ദേഹത്തിൻ്റെ വിസ ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ട് അദ്ദേഹം ഇപ്പോൾ ജോലിയില്ലാതെ, അദ്ദേഹം ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ കുറേ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും സാമ്പത്തികമായി കുറേ നഷ്ടം ഇപ്പോൾ വന്നു. അദ്ദേഹത്തിന് കുറേ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടിലായി എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. ഞാൻ വലിയ ആളായതുകൊണ്ടല്ല, നമ്മുടെ ഏതൊരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ നമ്പർ കണ്ടിട്ട് എന്നെ വിളിച്ചതാണ്. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട്. അദ്ദേഹത്തോട് എനിക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്ന ദുആ ഉൽ കർബാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മെ പഠിപ്പിച്ചെന്ന് അതാണ്. ആ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അക്കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ പ്രശ്നം ഒരുപാട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ചു, വേറെ എന്തെങ്കിലും പ്രതിവിധികൾ ഇതിനുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ദുആ ഉൽ കർബിൻ്റെ കൂട്ടത്തിൽ തന്നെ നബിതങ്ങളുടെ ചില ഹദീസുകൾ, നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന അവിടുന്ന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്തിരുന്ന ചില ദിക്റുകൾ കൂടെ കാണാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. നമുക്കൊക്കെ ജീവിതത്തിൽ പതിവാക്കാൻ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ. ഇതൊക്കെ പതിവാക്കുന്നത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ചെല്ലാം, അങ്ങനല്ല. നമ്മളിതൊക്കെ പതിവാക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നീങ്ങിപ്പോകും. അങ്ങനെയുണ്ട്. നമ്മൾ പതിവാക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ വല്ല ബലാവും അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാൻ സബബാകും. എന്ത്? ഈ ദിക്റുകളൊക്കെ പതിവാക്കൽ. അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. വലിയ ദിക്റൊന്നുമല്ല, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. യാ ഹയ്യു യാ ഖയ്യൂം. നബി തങ്ങൾ എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന സമയത്ത് കൈകൾ രണ്ടും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ഇപ്രകാരം ദ്വാരക്കമായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തതായി കാണാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, നോക്കിയിട്ട് പല ആളുകളും പറയുമ്പോൾ അത് തെറ്റിപ്പോകാറുണ്ട്, അക്ഷരങ്ങളൊക്കെ മാറിപ്പോകാറുണ്ട്. അപ്പോൾ അത് കൃത്യമായി നോക്കിയിട്ട് ഗൈനൊക്കെ കൃത്യമായി ഉച്ചരിച്ചിട്ട് എന്ത് ചെയ്യുക, യാ ഹയ്യു യാ ഖയ്യൂം
ബിറഹ്മതിക അസ്തഗീസ്. അസ്തഗീസു എന്നാണ് നിർത്തുമ്പോൾ അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഹയ്യായ ഖയ്യൂമായ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എന്നെന്നും നിലനിൽക്കുന്നവനായ യജമാനനായ റബ്ബേ, ബിറഹ്മതിക അസ്തഗീസ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് റബ്ബേ സഹായം തേടുന്നു. അല്ലാ, എൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, എൻ്റെ മുഴുവൻ വിപത്തുകളും, എനിക്ക് കണക്കാക്കിയിട്ടുള്ള എൻ്റെ ഖദർ ഖലായിലുള്ള മുഴുവൻ കാര്യങ്ങളും അത് ഖൈറായതെന്നിലേക്ക് നീ ചേർത്തു തരണം. ഷർറ് മുഴുവൻ തട്ടിമാറ്റി തരണേ അല്ലാ. നിന്നോട് ഞാൻ കാവൽ തേടുന്നു റഹ്മാനേ. ജഗന്നിയന്താവായ അല്ലാ, നീയല്ലാതൊരിലാഹ് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരാൻ, ഞങ്ങളുടെ ഈ വിഷമങ്ങൾക്ക് അത്താണിയാകാൻ, ഞങ്ങളുടെ ഈ പ്രയാസങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ, ഞങ്ങളുടെ കടങ്ങൾക്കുള്ള സൊല്യൂഷനാകാൻ റബ്ബേ, ഞങ്ങളുടെ ഏതു പ്രശ്നത്തിനും ഏതു പ്രതിസന്ധിക്കും ഞങ്ങൾക്ക് തരണം ചെയ്യാനുള്ള കഴിവ് നൽകാൻ നീയല്ലാതെ ഒരു ഇലാഹില്ല റബ്ബേ. നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു അല്ലാ. എത്ര അർത്ഥവത്തായ ദുആയാണെന്നറിയുമോ? നബി തങ്ങൾ ചൊല്ലാറുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. 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 എളുപ്പമുള്ളൊരു ദുആയാണ്, എളുപ്പമുള്ളൊരു ദുആ. ഇൻഷാ അല്ലാഹ് അത് പഠിച്ചു നോക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ചൊല്ലി. ഇൻഷാ അല്ലാഹ് അത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ജീവിതത്തിൽ ഇങ്ങനെ പതിവാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ നമ്മുടെ പ്രയാസങ്ങൾ തട്ടാൻ, അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സഹായം ലഭിക്കാൻ അത് കാരണമായി തീരും. മറ്റൊരു അവസരത്തിൽ കാണാം, മറ്റൊരു ഹദീസിൽ മഹാനായ അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, നബി തങ്ങൾക്ക് എന്തെങ്കിലും ഹമ്മുണ്ടായിത്തന്നെ കാന ഇദാ ഹംഹു അൽ അംർ, എന്തെങ്കിലും ഒരു പ്രയാസം അവിടുത്തെ ബുദ്ധിമുട്ടിച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന് മനക്ലേശം ഉണ്ടാകുന്ന ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നബി തങ്ങൾക്ക് റഫഅ റഅസഹു ഇല സമാ, ആകാശത്തിലേക്ക് അദ്ദേഹം തല ഉയർത്തുമായിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ ആകാശത്തിലേക്ക് അവിടുന്ന് തല ഉയർത്തിയിട്ട് പറയുമായിരുന്നു ഇപ്രകാരം, സുബ്ഹാനല്ലാഹിൽ അലീം, ഇത് സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവിടുന്ന് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഇനി പ്രയാസം ഉണ്ടാകുമ്പോൾ സുബ്ഹാനല്ലാഹിൽ അലീം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അറിയുന്ന ദുആയല്ലേ സുബ്ഹാനല്ലാഹിൽ അലീം അല്ലേ? സുബ്ഹാന റബ്ബിയൽ അലീം നമ്മൾ സാധാരണ റുക്കൂഇൽ പറയാറുണ്ട്. ആ റബ്ബിക്ക് പകരം അല്ലാഹ്, സുബ്ഹാനല്ലാഹിൽ അലീം അല്ലേ? ആ ഒരു ദുആവും അതുപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നബിതങ്ങളുടെ ദുആയുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് പ്രാർത്ഥനകളായിരുന്നു. അവിടുന്ന് എന്തെങ്കിലും വിഷമമുണ്ടാകുമ്പോൾ, ഹമ്മുണ്ടാകുമ്പോൾ, അറിയാം മനപ്രയാസം, മനക്ലേശം, നമുക്ക് ഏത് പ്രയാസമായിക്കൊള്ളട്ടെ, ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, നമ്മളൊക്കെ പല വിഷമങ്ങളുള്ളവരാണ്. പുറമേ ചിരിച്ചു കാണിക്കുമ്പോൾ നമ്മൾ കരുതും വലിയ സന്തോഷത്തിലാണ് എന്ന്. ഉള്ളു നീറുന്നുണ്ടാവും, പല ആളുകളും അങ്ങനെയാണ്. പുറമേ ഒന്നും കാണിക്കാതെ ഉള്ളിലിങ്ങനെ നീറിപ്പോകുന്നുണ്ടാവും. ഉള്ളിലിങ്ങനെ വിഷമം കടിച്ചമർത്തി ജീവിക്കുന്ന ആളുകളുണ്ടാവും. പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കഴിഞ്ഞ ദിവസം പാലത്തിൽ നിന്നും എടുത്തു ചാടി ആത്മഹത്യ ചെയ്ത ഒരു യുവാവിൻ്റെ സംഭവം നമ്മൾ കേട്ടു, ഒരു മരണവാർത്ത. എന്തേ കാരണം? പാൻക്രിയാസ് രോഗം ബാധിച്ചിട്ട് വല്ലാതെ പ്രയാസപ്പെട്ട് വേദന സഹിക്കാതെ വന്നപ്പോൾ, ഹോസ്പിറ്റലിൽ പോകുന്ന വഴി വേദന സഹിക്കാതെ വന്നപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടി മുമ്പിലുണ്ടായിരുന്ന കനാലിലേക്ക് എടുത്തു ചാടുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. പ്രയാസങ്ങൾ വരുമ്പോൾ ആത്മഹത്യയെ നമ്മളൊരു അത്താണിയായി കാണുന്ന ചില ആളുകൾ, ഈമാൻ ദുർബലപ്പെട്ട ആളുകൾ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഒരിക്കലും ആ ഭാഗത്തേക്ക് ചിന്തിക്കാൻ പാടില്ല. ഒരിക്കലും ആത്മഹത്യ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തി കളയുക, അള്ളാഹു നൽകിയ അനുഗ്രഹം ഇല്ലാതെയാക്കി കളയുന്ന ഒരു പ്രവണത, ആ ഒരു ചിന്ത ഒരിക്കലും നമ്മുടെ കൽവിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹിനോട് ദ്വാരക്കുക, ആത്മാർത്ഥമായി ദ്വാരെന്നാൽ അള്ളാഹു ആ പ്രയാസങ്ങൾ തട്ടിമാറ്റും. എത്രയോ പ്രയാസങ്ങൾ, നമ്മേക്കാൾ കൂടുതൽ പ്രയാസം സഹിച്ചവരാണ് നമ്മുടെ നേതാക്കന്മാരായ, നമ്മുടെ മുൻഗാമികളായ അമ്പിയാക്കൾ.
ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചവരാണ്. എത്രയോ ത്യാഗങ്ങൾ സഹിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ അവിടുന്ന് തന്നെ പ്രയാസം വരുന്ന സമയത്ത് അവിടുന്ന് ദ്വാരക്കാൻ പഠിപ്പിച്ചു തരികയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് സുബ്ഹാനല്ലാഹിൽ അളീം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. കഴിഞ്ഞില്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം നബി തങ്ങളുടെ ദുആഇൻ്റെ കൂട്ടത്തിൽ അവിടുന്ന് ദുആ ഇറക്കുമ്പോൾ ഇപ്പോൾ എന്ത് ദുആയിരുന്നാലും അവിടുന്ന് കൂടുതൽ ചെയ്തിരുന്ന ദുആയാണ് അല്ലാഹുമ്മ ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലേ, നമുക്ക് എപ്പോഴും കേൾക്കുന്ന ദുആയാണ് റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ദുനിയാവിലെയും ആഖിറത്തിലെയും ഹസനത്തുകളെ എനിക്ക് നീ നൽകണേ അല്ലാഹ്, നിങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആ ചോദ്യത്തിലെല്ലാം ഉണ്ട്, നന്മയുണ്ട്. ദുനിയാവിലെ ആഖിറത്തിലെയും ഹസനത്തുകൾ എനിക്ക് നീ നൽകണേന്നാണ്. എല്ലാ ഖൈറാത്തുകളുടെയും വാതിൽ, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി പ്രയാസങ്ങളൊക്കെ ഒന്ന് നീക്കി ഞങ്ങൾക്ക് നീ ഒരു പരിഹാരം നൽകണേ എന്ന്. അപ്പോൾ ഇനി ദുആ ഇറക്കുന്ന സമയത്ത് ദുആഉൽ കർബ മുഴുവനായി ചൊല്ലാൻ അറിയുന്നവർ അത് ചൊല്ലുക. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ 3 ദുആ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്തിരുന്ന ദുആകളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് പതിവാക്കുക. ജീവിതത്തിൽ നമ്മളെപ്പോഴും ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രയാസങ്ങൾ വരുന്നതിന് തൊട്ടുള്ളൊരു കാവലാവും. അങ്ങനെയാണല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അങ്ങനെയാണല്ലോ, പ്രയാസങ്ങൾ വന്നതിന് ശേഷം നമ്മളതിനെ തരണം ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് വരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി വെക്കൽ, അതിനുള്ള പരിഹാരമാർഗം, അതിനൊരു ഒരു മറ നമ്മൾ നേരത്തെ സൃഷ്ടിച്ചു വെക്കൽ എത്രയോ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇങ്ങനെ പതിവാക്കുക. എളുപ്പമുള്ള ദിക്റുകളാണ്. അതുമാത്രമല്ല, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ഇസ്മുൽ അഅ്ളമിൽ പെടാൻ സാധ്യതയുള്ള, ഇസ്മുൽ അഅ്ളമാകാൻ സാധ്യതയുള്ള ദിക്റാണെന്നും മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം. അള്ളാഹുവിൻ്റെ ഇസ്മാണെന്നും. അപ്പോൾ അതിൻ്റെ ഒരു പവർ ഉണ്ടാകും. അപ്പോൾ ഇനി ചൊല്ലുമ്പോൾ സുബ്ഹാനല്ലാഹിൽ അദീം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇൻഷാ അല്ലാഹ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചു. നമ്മുടെ കമൻറ്റുകളായൊക്കെ പല ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ പേരും പറഞ്ഞ് ദ്വാരക്കാനിവിടെ സമയമില്ലാത്തതുകൊണ്ടാണ് ദീർഘമായി പോകുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ മജ്ലിസിൽ നടക്കുന്ന, പള്ളിയിൽ നടക്കുന്ന ദ്വായിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു ദുആ വസിയത്ത് ചെയ്ത ഓരോ മുഅ്മിനിൻ്റെയും അവരുടെ കൽബിലുള്ള മുറാദുകൾ ഏറ്റെടുത്ത് കൽബിൻ്റെ വിഷമങ്ങൾ നീക്കി സ്വസ്ഥതയും റാഹത്തും സമാധാനവും നൽകി അവർക്ക് നാളെ സ്വർഗ്ഗത്തിൽ മുത്തുനബി തങ്ങളോടൊപ്പം നമുക്കൊക്കെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വകാര്യ ദുആയിൽ സാധുവായ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് മറ്റൊരവസരത്തിൽ മറ്റൊരു ദിക്റോ സ്വലാത്തോ ദുആയോ ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.